യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സമാധാനവും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിന് എതിര് നിൽക്കരുത് എന്നതാണ്. കർത്താവിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്ന തിരുവചനങ്ങളും അതിൻ്റെ എല്ലാ ആന്തരാർത്ഥങ്ങളും ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനങ്ങളെ അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് ഓരോ മകനും മകൾക്ക് രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും അഭിഷേകമാക്കി മാറ്റണമേ. ഇതുവഴി അന്ധകാരങ്ങൾ മാറി ഹൃദയങ്ങളിൽ പ്രകാശം പരക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്ക് സൗഖ്യമായി, രക്ഷയായി, സമാധാനമായി, സ്വർഗീയ അനുഗ്രഹമായി ഈ തിരുവചനങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 10-ാം തിരുവചനം, യെശയ്യാ 8:10 വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനങ്ങൾ എടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്കെതിരെ, ദൈവം കൂടെയുള്ള ഒരു കുടുംബത്തിനെതിരെ, ദൈവം കൂടെയുള്ള ഒരു സമൂഹത്തിനെതിരെ മുന്നോട്ട് പോകരുത്. അത് വലിയ തെറ്റാണ്. അത് വലിയ നാശമായി പര്യവസാനിക്കും. ഈ ആത്മീയ വെളിപാട് അനേകം ദൈവമക്കൾക്ക് ഇല്ലാത്തതിനാൽ അനേകം ദൈവമക്കൾ തങ്ങളുടെ ജീവിതങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവം കൂടെയുള്ള ദൈവജനത്തിനും എതിരെ പ്രവർത്തിച്ച് ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ വരുത്തി വെക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളിൽ ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഒരു ജനത്തെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന 3 രാജ്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആമോന്യർ, മൊവാബിയർ, സെയിർ പർവ്വത നിവാസികൾ. 3 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സുസജ്ജമായ സൈന്യത്തോടെ യൂദാ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി കോപ്പുകൂട്ടി കടന്നു വരികയാണ്. ഈ വിവരം യൂദാ രാജാവായ യഹോഷഫാത്ത് രാജാവ് അറിഞ്ഞു. യഹോഷഫാത്ത് രാജാവിന്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി. അവൻ ജനങ്ങളെ വിളിച്ചുകൂട്ടി. ഉപവാസം പ്രഖ്യാപിച്ച് അവർ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു. അവർ കർത്താവിന്റെ പക്കലേക്ക് വന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: കർത്താവിന്റെ പക്കലേക്ക് വന്ന ദൈവജനം കർത്താവിന്റെ അരികിൽ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്: കർത്താവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുവദിക്കായിക മൂലം ഞങ്ങൾ വെറുതെ വിട്ട ആ ജനം ഇതാ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടി അവർ ഞങ്ങൾക്ക് വലിയ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഇങ്ങനെ ദൈവസന്നിധിയിൽ കരയുന്ന, ദൈവസന്നിധി നിലവിളിക്കുന്ന ജനത്തെയാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായകയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ ആമോന്യർ, മൊവാബിയർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യ വ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. അത്രമാത്രം അവർ ഭയചകിതരായി, അത്രമാത്രം അവർ ദുർബലപ്പെട്ടു.
അത്രമാത്രം വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ പകച്ചു നിൽക്കുന്ന തരം, പകച്ചു നിൽക്കാൻ തക്ക വിധം അത്രയ്ക്കും വലിയ ഒരു പ്രതികൂലമാണ് ഈ 3 രാജ്യങ്ങളും ചേർന്ന് അവർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വലിയ പ്രതികൂലം അലമാലകൾ പോലെ അള്ളിയടിച്ച് അവരുടെ നേരെ വന്നപ്പോൾ അവർ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ചോദിക്കും, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർക്കൊരു ഉപകാരം ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ തിന്മയാണ്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ സമൂഹത്തിന്റെ മേൽ പരിവർത്തിച്ചു. യഹസിയേൽ എന്ന് പറയുന്ന ഒരു പൈതലിനെ, യഹസിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ഉണർത്തി. യഹസിയേലിലൂടെ ദൈവം തന്റെ ദൂത് ആ ജനത്തിന് നൽകി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറൂസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഈ ദൂത് കേട്ടപ്പോൾ രാജാവിന് ജനങ്ങൾക്ക് ആശ്വാസമായി. കർത്താവിന്റെ വെളിപാടുകൾ അവർ സ്വീകരിച്ചു. അങ്ങനെ യഹോഷാഫാത്ത് രാജാവ് ജനങ്ങൾക്ക് ദൈവത്തിന്റെ ഉപദേശപ്രകാരം നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ നിർണായക ദിവസം അടുത്തു. വലിയ പൊരിഞ്ഞ പോരാട്ടം നടക്കേണ്ട ദിവസം വന്നു. അന്ന് ദൈവത്തിന്റെ ആത്മീയ വെളിപാടനുസരിച്ച്, ദൈവമായ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് അവർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ മക്കൾ തങ്ങൾക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞ്, തങ്ങൾക്കെതിരെ മനഃപൂർവം വലിയ ഗൂഢാലോചന നടത്തി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ശത്രുവിനെ നേരിടാൻ ശക്തിയില്ലാതെ പകച്ചു നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിളിച്ച് അവർ മനസ്സ് തുറന്ന് സ്തുതിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുകയാണ്, കർത്താവ് അവരുടെ ശത്രുക്കൾക്കെതിരെ കെണിയൊരുക്കി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന ആമോന്യർ, മൊവാബിയർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവമായ കർത്താവിന്റെ ശക്തി അവർക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങി. അവരുടെ ശത്രുക്കൾക്കെതിരെ ദൈവം കെണിയൊരുക്കി. ആമോന്യരും മൊവാബിലും ചേർന്ന് സെയിർ പർവ്വത നിവാസികൾക്കെതിരെ പൊരുതാൻ തുടങ്ങി. അങ്ങനെ സെയിർ പർവ്വത നിവാസികളെ നിശേഷം ആമോന്യരും മൊവാബിലും ചേർന്ന് നശിപ്പിച്ചു. സെയിർ പർവ്വത നിവാസികൾ നിശേഷം നശിച്ചു കഴിഞ്ഞപ്പോൾ ആമോന്യരും മൊവാബിലും തങ്ങളിൽ യുദ്ധം ആരംഭിച്ചു. പരസ്പരം പടവെട്ടി അവർ നിശേഷം നശിച്ചു. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്ന പ്രകാരമാണ്, യൂദാ സൈന്യം കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കുന്നുകൂടി കിടക്കുന്നതാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്കെതിരെ നീങ്ങുമ്പോൾ നന്നായി സൂക്ഷിക്കണം. ദൈവം കൂടെയുള്ള ഒരു സമൂഹത്തിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനയുമ്പോൾ, അവർക്കെതിരെ ഗൂഢാലോചന ചെയ്യുമ്പോൾ, അവർക്കെതിരെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ദൈവമക്കളെ ഒരു കാര്യം വ്യക്തമായി ഓർക്കണം, നിങ്ങൾ വളരെ വലിയ അപകടകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് ദൈവം നിരോധിച്ചിരിക്കുന്നു. ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദൈവത്തിന് അനിഷ്ടകരമായ ഒരു പ്രവൃത്തിയാണത്. ദൈവം അംഗീകാരം മുദ്ര വെച്ചിട്ടുള്ള, ദൈവം കൂടെ നടക്കുന്ന ഒരു ജനത്തിനെതിരെ നിങ്ങൾ പൊരുതിയാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവം നിങ്ങൾക്കെതിരെ പൊരുതും. ദൈവം നിങ്ങൾക്കെതിരെ കെണികൾ ഒരുക്കും. ആ കെണികളിൽ തട്ടി നിങ്ങൾ വീഴും. ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവത്തിന്റെ കുടുംബത്തിന്, ദൈവത്തിന്റെ സമൂഹത്തിന് എതിരെ നിങ്ങൾ കെണിവെച്ചാൽ നിങ്ങൾ കെണിവെക്കുന്ന ആ കെണിയിൽ തട്ടി തന്നെ നിങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ കെണികൾ നിങ്ങൾക്ക് കുരുക്കായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ദൈവവചന പ്രബോധനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ സൂസന്ന എന്ന് പറഞ്ഞ നിഷ്കളങ്കയായ ഒരു പൈതലിനെതിരെ ഇസ്രായേലിലെ 2
ന്യായാധിപന്മാർ കെണികൾ ഒരുക്കിയത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇസ്രായേലിന്റെ പ്രമുഖരായ 2 ന്യായാധിപന്മാർ സൂസൻ എന്ന നിഷ്കളങ്ക പൈതലിനെതിരെ കെണികൾ ഒരുക്കി. എന്നാൽ അവർ ഒരുക്കിയ കെണികൾ അവരുടെ കഴുത്തിൽ തന്നെ കുരുങ്ങി. സൂസനെ ജീവിക്കുകയും അവർ വധിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ കർത്താവായ യേശു ക്രിസ്തു സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇപ്രകാരമാണ് സാവൂളിനോട് പറയണത്: സാവൂൾ, സാവൂൾ, ഇരുമ്പാണിമേൽ നീ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 14-ാം വാക്യം. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, ദൈവത്തിന് എതിരെ നീ ചിന്തിച്ച് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു സമൂഹത്തിനെതിരെ നീ ചിന്തിച്ച് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞാൽ, നിന്റെ നാട്ടിൽ ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവത്തിന്റെ പ്രീതിയുള്ള ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു സമൂഹമോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നീ ഗൂഢാലോചന നടത്തുകയോ നീ ഗൂഢതന്ത്രങ്ങൾ മെനയുകയോ അവർക്കെതിരെ നീ നീങ്ങുകയോ ചെയ്താൽ നിനക്ക് വലിയൊരു കെണിയായി അത് മാറും. ഇത് നിശ്ചയമായ സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 30-ാം വാക്യം. സുഭാഷിതങ്ങൾ 21:30. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില പോവില്ല. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വില പോവില്ല. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. നിങ്ങൾ തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്: നിങ്ങൾ തീരുമാനമെടുത്തുകൊള്ളുവിൻ. ദൈവത്തിനെതിരെ, ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ, ദൈവത്തിന്റെ ജനത്തിനെതിരെ, ദൈവത്തിന്റെ സമൂഹത്തിനെതിരെ നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തുകൊള്ളുവിൻ, അത് നടപ്പാവുകയില്ല, നടപ്പാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങേക്കെതിരായും അങ്ങയുടെ ഇഷ്ടമുള്ള, അങ്ങയുടെ പ്രീതിപാത്രങ്ങളായ അങ്ങയുടെ മക്കൾക്കെതിരായും മനഃപൂർവ്വം എതിരായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരിക്കലും ഇടവരാതിരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവായ എന്നെ സഹായിക്കണമേ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഈ നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പ്രീതിപാത്രങ്ങളായ അനേകം ദാസന്മാരോടും ദാസിമാരോടും അങ്ങയുടെ ഇഷ്ടമുള്ള അനേകം കുടുംബങ്ങളോടും തിന്മയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെതിരായി ഗൂഢാലോചന ചെയ്യുകയും അവർക്കെതിരായി തീരുമാനങ്ങൾ എടുക്കുകയും അവർക്കെതിരായി ഗൂഢതന്ത്രങ്ങൾ മെനയുകയും ചെയ്ത് ഞങ്ങൾ പാപം ചെയ്തു പോയി. ഇന്ന് ഞങ്ങൾ അതിൻ്റെ അകൃത്യ ഭാരം പേറുകയാണ്. ദൈവമേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അങ്ങയുടെ കരുണ സമൃദ്ധമായി ഉണ്ടാകട്ടെ. അങ്ങയുടെ സംപ്രീതിയുള്ള, അങ്ങയുടെ അംഗീകാരമുദ്രയുള്ള എല്ലാവരെയും ഓർത്ത് സന്തോഷിക്കുവാൻ, അവർക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുവാൻ, അവരെ സഹായിക്കുവാൻ തക്കവിധം എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വ്യക്തികളും കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിനും ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവത്തിന്റെ കുടുംബങ്ങൾക്കും ദൈവത്തിന്റെ അംഗീകാരമുദ്രയുള്ള ജീവിതങ്ങൾക്ക് എതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ കുതന്ത്രങ്ങളും വിട്ടുപേക്ഷിക്കാനും ദൈവത്തിന്റെ മാർഗത്തിൽ, ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിന്ന് ദൈവത്തിന്റെ മാർഗത്തിൽ മുന്നേറാനും ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
കാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ, ദിവ്യകാരുണ്യനാഥനായ യേശു ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതാ ഇവിടെയുണ്ട്. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണുകളടച്ച് പരിശുദ്ധനായ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങളുള്ളവരുണ്ട്, വലിയ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ വേദന സഹിക്കുന്നവരുണ്ട്, കുടുംബത്തിലെ വലിയ പ്രശ്ന നിമിത്തം സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയുള്ളവരുണ്ട്, പലതരത്തിലുള്ള ശത്രു പീഡകളാൽ മനം തകർന്നവരുണ്ട്, പൈശാചികമായ ആക്രമണങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഈ നിമിഷങ്ങളിൽ കുടുംബത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളെയും പൈശാചിക സ്വാധീനങ്ങളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓ ദൈവമേ, ഇപ്പോൾ മനം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്റെ മേലും ദാസിയുടെ മേലും ഓരോ കുടുംബത്തിന്റെ മേലും ഇപ്പോൾ അത്ഭുതകരമായി അവിടുത്തെ ശക്തിയെ വർഷിക്കണമേ. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ ശക്തിയാൽ ഇപ്പോൾ രോഗങ്ങൾ സുഖപ്പെടുത്തേ. അവിടുത്തെ ശക്തിയാൽ ഇപ്പോൾ പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ നിന്ന് തകർന്നു പോകട്ടെ. അവിടുത്തെ ശക്തിയാൽ ഇപ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന ശിഥിലീകരണ ശക്തികൾ നിർവീര്യമാകട്ടെ. യേശു കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ എല്ലാ തിന്മയുടെയും നാരകീയ ശക്തികളുടെയും ആധിപത്യങ്ങൾ പൊട്ടി തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപച്ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. പാപത്തിന്റെ ആധിപത്യങ്ങൾ, തഴക്കദോഷത്തിന്റെ ഭാരത്താൽ മനം തകർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തിൽ നിന്ന് തഴക്കദോഷത്തിന്റെ കെട്ടുകൾ, ദുശീലങ്ങളുടെ കെട്ടുകൾ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയഭാരങ്ങളെല്ലാം കർത്താവിലേക്ക് ഉയർത്തുക. 25-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്റെ ഹൃദയം ഞാൻ കർത്താവിലേക്ക് ഉയർത്തുന്നു. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി ഓരോ മകനും മകളും ഇപ്പോൾ കർത്താവിനെ വിളിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാലായിക്കടുത്ത് ചേറ്റുതോർ എന്ന് പറഞ്ഞ സ്ഥലം. 30 വർഷമായി ഞാൻ മദ്യപാനം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴും കഴിച്ചു. അതിപ്പോൾ ഞാൻ കഴിക്കണമെന്ന് തോന്നുന്നില്ല. ആദ്യം 2-3 ദിവസത്തേക്ക് വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രയാസമൊക്കെ മാറി, നല്ല ഉന്മേഷം തോന്നുന്നുണ്ട്. 30 വർഷമുള്ള മദ്യപാനം കർത്താവ് ഈ ചേട്ടായിൽ നിന്നും എടുത്തു മാറ്റി സുഖപ്പെടുത്തി. കരങ്ങളടിക്കാം. എൻ്റെ പേര് ലീലാമ്മ. പരിയാരം ഉടമയിലാണ് എൻ്റെ വീട്. എനിക്ക് 18 വർഷമായി നടുവേദന തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഈശോ വെളിപ്പെടുത്തി തന്നു. എൻ്റെ നടുവേദന മാറിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു എൻ്റെ നട്ടെല്ലാം തേയ്മാനാണ്, എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ ബെൽറ്റ് കെട്ടിയിട്ടേ ജോലി ചെയ്യാമുള്ളൂ. ഡോക്ടർ പറഞ്ഞു ഭാരം കൂടിയ ജോലിയൊന്നും ചെയ്യുന്നത്. ഈശോ വെളിപ്പെടുത്തി തന്നു. ഈ ബെൽറ്റ് പോകേണ്ട സാക്ഷ്യം പറയണമെന്ന് ഈശോയുടെ സന്നിധിയിൽ ഈ ബെൽറ്റ് ഉപേക്ഷിക്കാൻ ഡോക്ടർ ഈശോ എന്നോട് പറഞ്ഞു. 18 വർഷമായി നടുവേദനയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇതാ കർത്താവ് ബെൽറ്റ് മാറ്റി നടുവേദന സുഖപ്പെടുത്തി മകളെ അനുഗ്രഹിച്ചു. കയ്യടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ആ ബെൽറ്റ് ഒന്ന് കാണിക്കാവോ? ഓക്കെ, ഹല്ലേലൂയ.
ജോസ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോഴും ശക്തമായ മൂത്രം പോകുന്ന അസുഖം ഉണ്ടായിരുന്നു. ധ്യാന കേന്ദ്രത്തിൽ കയറി അന്ന് തൊട്ട് അതിന് കുറവുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നടന്ന ശുശ്രൂഷകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അതിന് കർത്താവ് സൗഖ്യപ്പെടുത്തി. പിന്നെ അവരുടെ ആരാധനയുടെ സമയത്ത് ചുണ്ട് ചെറുതായിട്ട് ധരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഈശോ ഈ ദാസനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്ന ആ രോഗപീഠ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് മാത്യു. ഞാൻ ഏറ്റുമാനൂരിൽ താമസിക്കുന്നു. എനിക്ക് 30 വർഷമായിട്ട് ഈ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എങ്ങനെ കുളിക്കാൻ സാധിക്കുന്നൊക്കെ വിഷമിച്ച് ഇരിക്കുമായിരുന്നു. ഇവിടെ വന്ന് കൃത്യം സാധാരണ ഞാൻ 7 മണിക്കോ അല്ല 8 മണിക്കൊന്നും കുളിക്കാറില്ല. വൈകുന്നേരം മാത്രമേ ഇത് അലർജി കാരണം കുളിക്കലുള്ളൂ. ഇവിടെ വന്ന് വെളുപ്പിന് 5 മണിക്ക് തന്നെ എന്നും കൃത്യമായിട്ട് കുളിക്കുകയും ചെയ്തു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ ഇന്നത്തെ ആരാധനയുടെ സമയത്ത് എനിക്ക് ഒരു 2 കൈയിലും കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. നടുവിന് തന്നെ എനിക്ക് വല്ലാതെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് 5 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ നടുവേന ഉടനെ ഞാൻ എവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്നലെ ആരാധനയുടെ സമയത്ത് ഞാൻ മുഴുവൻ സമയം കൈ ഉയർത്തിപ്പിടിച്ച് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷമായുള്ള 30 വർഷമായിട്ട് 30 വർഷമായുള്ള അലർജി രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തി. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. നടുവേദനയും കർത്താവ് സുഖപ്പെടുത്തി. കരങ്ങളടിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.